ഹായ് എവരിവൺ. ഇന്നത്തെ പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് കുഞ്ഞുങ്ങൾക്ക് നല്ല ബിഹേവിയർ ഇല്ല, നല്ല ശീലങ്ങളില്ല എന്നുള്ളത്. അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ടൈമാണ് അവരുടെ ചൈൽഡ്ഹുഡ്. ഒരു ബിഹേവിയർ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ബിഫോർ ബിഹേവിയർ, ആ ബിഹേവിയറിൻ്റെ ടൈം, ആഫ്റ്റർ ബിഹേവിയർ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ബിഫോർ ബിഹേവിയർ നമ്മളത് ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രോംപ്റ്റ് പറയില്ലേ, ആ പ്രോംപ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സട്ടിലായിട്ട് പറയാം, പോസിറ്റീവ് നോട്ടിൽ പറയാം. പിന്നെ അവർക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ കൂടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ പാത്രം കഴുകാണ് ചെയ്യേണ്ടത്, അപ്പോൾ അവരുടെ കൂടെ പോയി നിന്ന് സംസാരിച്ച് അത് നല്ല എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ബിഹേവിയറിൻ്റെ ടൈമിൽ എന്തൊക്കെ ചെയ്യണം, അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെറിയ സ്റ്റെപ്സ് ആക്കി കൊടുക്കുക. ആദ്യം തന്നെ പാത്രം ഫുൾ കഴുകാതെ ഡൈനിങ് ടേബിളിൽ നിന്ന് കിച്ചൺ വരെ കൊണ്ടുവയ്ക്കുക എന്നുള്ള ആദ്യത്തെ ടാസ്ക് കൊടുക്കാം. അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ മോഡൽ ചെയ്യാം, അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഇനി ബിഹേവിയർ നടക്കുന്ന ടൈമിൽ ചിലപ്പോൾ അത് പാളിപ്പോവാം, അത് ഗുഡാവാം അല്ലേ, അവർ മിസ്റ്റേക്സ് വരുത്തും. അപ്പോൾ മിസ്റ്റേക്സിലേക്ക് ഓവറായിട്ട് നോക്കി അവരുടെ പെർഫെക്ഷനിലേക്ക് നോക്കാതെ ലെറ്റ് ദ ഇംപെർഫെക്ഷൻസ് ബി ദേർ. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ആ ഇംപെർഫെക്ഷൻസ് അങ്ങോട്ട് നെഗ്ലക്റ്റ് ചെയ്യാം. പിന്നെ ആഫ്റ്റർ ദ ബിഹേവിയർ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അവരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേഗമായിട്ടുള്ള അപ്രീസിയേഷൻ അല്ല, എന്താണോ ചെയ്തത് അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ ജസ്റ്റേഴ്സ് കൂടെ ഒന്ന് തോളി തട്ടി കൊടുക്കുക, നല്ല അപ്രീസിയേഷൻ കൊടുക്കുക. ആൻഡ് ഇതിനെല്ലാത്തിനും നല്ല ക്ഷമ വേണം, ടൈം എടുക്കും. സോ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ഹാപ്പി. ബൈ.